മജ്ജുമ നികായ 60 അപണ്ണക സൂത്ത്. അപണ്ണക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയം മുഴുവൻ തീർന്ന എന്നാണ് അർത്ഥം. ഉറച്ച വിശ്വാസം, അതൊക്കെയാണ് അർത്ഥം. ഈ സൂത്രത്തിൽ പലതരത്തിലുള്ള ദർശനങ്ങളെപ്പറ്റി ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ചിലർ പറയും കർമ്മങ്ങളുണ്ട്, അതിന് ഫലങ്ങളുണ്ട് എന്ന് പറയും. ചിലർ പറയും കർമ്മങ്ങളില്ല, അതിന് ഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നെല്ലാം ചിലർ പറയും. പുണ്യം പാപം ഒന്നും തന്നെ ഇല്ല, ഇതെല്ലാം വെറും മൂഢമായിട്ടുള്ള വിശ്വാസമാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൂത്രം അയച്ചു കൊടുക്കുക. അതുകൂടാതെ പൂർണ്ണമായിട്ട് യുക്തിവാദികളായിട്ട് നടക്കുന്ന വ്യക്തികൾക്കും നിങ്ങൾ ഈ സൂത്രം അയച്ചു കൊടുക്കുക. ഇതൊരു ദീർഘമായിട്ടുള്ള സൂത്രമാണ്, അതിനാൽ വളരെ ചുരുക്കി പെട്ടെന്ന് തന്നെ ഇതിനെ തീർക്കാൻ ശ്രമിക്കാം. ഞാനിങ്ങനെ കേട്ടു, ഒരിക്കൽ ഭഗവാൻ കോസല രാജ്യത്ത് വിഹരിക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം കോസല രാജ്യത്തെ ബ്രാഹ്മണന്മാരുടെ ഒരു ഗ്രാമമുണ്ടായിരുന്നു, ശാല എന്ന് പറഞ്ഞൊരു ഗ്രാമം. അപ്പോൾ ഭഗവാൻ ഒരുപാട് ഭിക്ഷസംഘങ്ങൾക്ക് ഒപ്പം ആ ശാല എന്ന ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ ശാലയിലുള്ള ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ഇങ്ങനെ കേട്ടു, ശാക്യവംശത്തിൽ നിന്ന് പ്രവചിതനായിട്ടുള്ള അല്ലെങ്കിൽ സന്യാസമെടുത്തിട്ടുള്ള രമണ ഗൗതമൻ കോസല രാജ്യത്ത് വിഹരിച്ചുകൊണ്ട് ശാല എന്ന ഗ്രാമത്തിൽ എത്തിച്ചേരാൻ പോകുന്നു. ഒരുപാട് ഭിക്ഷുക്കളും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തിനെ പറ്റിയുള്ള ഈ കീർത്തി ശബ്ദം എല്ലായിടത്തും പരന്നിട്ടുണ്ട്. അദ്ദേഹം അർഹന്തനാണ്, സമ്മാസമ്പുദ്ധനാണ്, വിദ്യ ആചരണം രണ്ടിലും പരിപൂർണനാണ്, പരിശുദ്ധനാണ്, എല്ലാ ലോകത്തെയും അറിയുന്നവനാണ്, അഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ശരിയായിട്ടുള്ള അഭ്യാസം കൊടുക്കുന്ന വ്യക്തിയാണ്, ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ശാസ്താവാണ്, ബുദ്ധനാണ്, ഭഗവാനാണ്. അദ്ദേഹം ഈ ലോകത്തിലെ ദേവന്മാരെയും മാരന്മാരെയും ബ്രഹ്മന്മാരെയും സകല പ്രാണികളെയും ശ്രമണ ബ്രാഹ്മണന്മാരെയും അതേപോലെ തന്നെ ദേവന്മാരെയും മനുഷ്യന്മാരെയും അവരെപ്പറ്റി പൂർണ്ണമായിട്ടുള്ള സത്യം തൻ്റെ സ്വന്തം ദർശനത്താൽ കണ്ടിട്ടുണ്ട്. അതാണ് അദ്ദേഹം ഈ ലോകത്തെ പ്രകാശിപ്പിക്കുന്നത്. അദ്ദേഹം ആദിയിൽ കല്യാണകരമായിട്ടുള്ള ധർമ്മമാണ് പഠിപ്പിക്കുന്നത്, മധ്യത്തിൽ കല്യാണം തരുന്ന ധർമ്മമാണ് പഠിപ്പിക്കുന്നത്, അന്ത്യത്തിലും കല്യാണം തരുന്ന ധർമ്മമാണ് പഠിപ്പിക്കുന്നത്. അത് കേവലം പരിപൂർണമാണ്, കേവലം പരിശുദ്ധമാണ്, അർത്ഥവത്താണ്, നല്ലപോലെ വിവരിക്കപ്പെട്ടതാണ്. പരിപൂർണവും പരിശുദ്ധവുമായിട്ടുള്ള ആധ്യാത്മിക ജീവിതമാണ് അദ്ദേഹം പ്രകാശിപ്പിക്കുന്നത്. അത്തരം അർഹന്തന്മാരുടെ രൂപം കാണുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ശാലയിലെ ബ്രാഹ്മണന്മാരും അതേപോലെ തന്നെ ഗൃഹസ്ഥന്മാരും ഭഗവാന്റെ അടുത്ത് പോയി. ഇരിക്കുന്നതിന് മുമ്പ് ചിലർ ഭഗവാനെ വന്ദിച്ചു, ചിലർ ഭഗവാനോട് അഭിവാദ്യം ചെയ്തു, കുശല പ്രശ്നങ്ങൾ ചെയ്തു, ചിലർ ഭഗവാന് നേരെ കൈകൂപ്പി വന്ദിച്ചു, ചിലർ അവരുടെ പേരും കുലവും വെളിപ്പെടുത്തി, ചിലർ മൗനമായിട്ട് ഇരുന്നു. അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, ഗൃഹസ്ഥന്മാരെ, നിങ്ങൾ ഏതെങ്കിലും ഗുരുവിൽ സന്തുഷ്ടരാണോ? ഏതെങ്കിലും ഗുരുവിൽ നിങ്ങളുടെ വിശ്വാസം ദൃഢമാണോ? ഇല്ല ബന്ദേ. ഗൃഹസ്ഥന്മാരെ, നിങ്ങൾക്ക് പരിപൂർണ തൃപ്തി തരുന്ന ഒരു ഗുരുവിനെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അതിനാൽ ദൃഢമായിട്ടുള്ള ഈ ധർമ്മത്തെ നിങ്ങൾ തീർച്ചയായിട്ടും സ്വീകരിക്കണം. ഇത്തരം ദൃഢമായിട്ടുള്ള സംശയമില്ലാത്ത ഈ ധർമ്മത്തെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ദീർഘകാലത്തെ ഹിതത്തിനും സുഖത്തിനും കാരണമായിട്ട് തീരും. ഈ പരാജയപ്പെടാത്ത ധർമ്മം എന്താണ്? ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ തത്വവും ദർശനവും ഇപ്രകാരമാണ്: ദാനം, യജ്ഞം, ദക്ഷിണ, ഇതിൽ ഒരു ഫലവും ഇല്ല. നല്ലതും ചീത്തയുമായിട്ടുള്ള കർമ്മങ്ങൾക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഫലം ഇല്ല. പരലോകം ഇല്ല, അച്ഛൻ അമ്മ ഇല്ല. സ്വയം ജനിക്കുന്ന ഒരു പ്രക്രിയ, അതായത് ഓപപാതികോ എന്ന് പറയും. അതായത് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ജന്മമെടുക്കാതെ നേരെ പോയിട്ട് ജനിക്കുന്നൊരവസ്ഥയുണ്ട്, അതിനാണ് ഓപപാതികോ എന്ന് പറയുന്നത്. ആ അവസ്ഥയില്ല. പരലോകത്തെ സ്വന്തം ദർശനത്താൽ കണ്ട് അതിനെ മനസ്സിലാക്കി അഭ്യസിക്കുന്ന ശ്രമണനും ബ്രാഹ്മണനും ഒന്നും തന്നെ ഇവിടെയില്ല. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ തത്വവും ദർശനവും ഇതിന് തീർത്തും വിപരീതമാണ്. ദാനം, ദക്ഷിണ, യജ്ഞം, ഇതിന് ഫലമുണ്ട്. നല്ല അതേപോലെ തന്നെ ചീത്ത കർമ്മങ്ങൾക്ക് നല്ലതും ചീത്തതുമായിട്ടുള്ള ഫലമുണ്ട്. പരലോകം ഉണ്ട്, അച്ഛൻ അമ്മ ഉണ്ട്, സ്വയം ജനിക്കുന്ന ജീവികൾ ഉണ്ട്. മരണാനന്തര ജീവിതം, അതായത് പരലോകം സ്വന്തം അനുഭവത്തിൽ കണ്ട് അതിനെ മനസ്സിലാക്കി ജീവിക്കുന്ന ശ്രമണ ബ്രാഹ്മണന്മാർ ഇവിടെയുണ്ട്. ഗൃഹസ്ഥന്മാരെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ രണ്ട് തത്വങ്ങളും പരസ്പരം വിരുദ്ധമല്ലേ? അതേ ബന്ധേ. അതിനാൽ
അത്തരം ശ്രമണ ബ്രാഹ്മണന്മാരുടെ വാദം നമ്മൾക്ക് കേൾക്കാം. അവരുടെ വാദം ഇങ്ങനെയാണ്: ദാനം, യജ്ഞം, ദക്ഷിണ ഇതിൽ ഒരു കാര്യവുമില്ല, ഒരു ഫലവുമില്ല. ചീത്ത കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങൾ, ഇതിന് ചീത്ത ഫലമില്ല, നല്ല ഫലമില്ല. അച്ഛൻ, അമ്മ ഇതൊന്നും ഇല്ല. പരലോകം സ്വന്തം അനുഭവത്താൽ കണ്ട ശ്രമണ ബ്രാഹ്മണന്മാരുമില്ല. ഇത്തരത്തിലുള്ള ഒരു വാദം അല്ലെങ്കിൽ ദർശനം അല്ലെങ്കിൽ നാസ്തിക ദർശനം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള ദർശനക്കാർ നല്ല കായകർമ്മം ചെയ്യില്ല, നല്ല വാണി കൊണ്ടുള്ള കർമ്മം ചെയ്യില്ല, നല്ല മനോകർമ്മം ചെയ്യാൻ അവർക്ക് സാധിക്കില്ല. അതിനാൽ അവർ ചീത്ത കായകർമ്മം, ചീത്ത വാണി കർമ്മം, ചീത്ത മനോകർമ്മം തന്നെയായിരിക്കും ചെയ്യുക. കാരണം അവർക്ക് കർമ്മത്തിലും കർമ്മഫലത്തിലും വിശ്വാസമില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അവർ നല്ല കാര്യം ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ ശ്രമണ ബ്രാഹ്മണന്മാർ ഈ കാര്യം മനസ്സിലാകുന്നില്ല. അകുശല ധർമ്മങ്ങളിൽ പരിപൂർണമായിട്ട് ദോഷങ്ങളാണുള്ളത്, കളങ്കങ്ങളാണുള്ളത്, അതിൽ ഒരുപാട് ഭയമുണ്ട്, ആപത്തുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ കുശലമായിട്ടുള്ള ധർമ്മങ്ങളിൽ വളരെയധികം ഗുണങ്ങളുണ്ട്, അതിന് നമ്മളെ ശുദ്ധിയാക്കാനുള്ള ശേഷിയുണ്ട്, നിഷ്ക്രമണത്തിന് കാരണമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും അവർ അറിയുന്നില്ല. അതുകൂടാതെ തീർച്ചയായിട്ടും പരലോകം ഉണ്ട്. അതിനാൽ പരലോകം ഇല്ല എന്ന് പറയുന്ന അവരുടെ ദർശനം ഒരു മിഥ്യാദർശനമാണ്, മിഥ്യാദിഷ്ടിയാണ്. പരലോകം ഉണ്ട്, അതിനാൽ അവരുടെ പരലോകം ഇല്ല എന്ന് പറയുന്ന ചിന്ത മിഥ്യാസങ്കല്പമാണ്. തീർച്ചയായിട്ടും പരലോകം ഉണ്ട്, എന്നാൽ പരലോകം ഇല്ല എന്ന് പറയുന്ന അവരുടെ സംസാരം മിഥ്യാവാദമാണ്. തീർച്ചയായിട്ടും പരലോകം ഉണ്ട്, പക്ഷേ പരലോകം ഇല്ല എന്ന് പറയുന്ന അവരുടെ ആ വാദം അർഹന്തന്മാരുടെ വാദത്തിന് വിപരീതമാണ്, അതിനെ ഖണ്ഡിക്കുന്നതാണ്. അർഹന്തന്മാർ ആ പരലോകത്തെ അറിഞ്ഞിട്ടുള്ളവരാണ്. ശരിയായിട്ടും ഒരു പരലോകം ഉണ്ട്, അത് വിശ്വാസയോഗ്യമാണ്. എന്നിരുന്നാലും അവർ മറ്റുള്ളവരെ പരലോകം ഇല്ല എന്ന് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു. ആ അസത്യമായിട്ടുള്ള ധർമ്മം അവരെ സ്വീകരിക്കാൻ അവർ പ്രേരിപ്പിക്കുന്നു. അതുമൂലം അവർ സ്വയം തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കാൻ തുടങ്ങുന്നു. അതുമൂലം അവർ മുൻപുണ്ടായിരുന്ന അവരുടെ നല്ല ഗുണങ്ങൾ ഉപേക്ഷിക്കുന്നു, എന്നിട്ട് നല്ലതല്ലാത്ത ഗുണങ്ങൾ അവർ അവരുടേതാക്കുന്നു. അതുമൂലം ഈ മിഥ്യാദിഷ്ടി മൂലം ഒരുപാട് അകുശലമായിട്ടുള്ള ധർമ്മങ്ങൾ അവരിൽ ഉൽപ്പന്നമാകുന്നു. മിഥ്യാദിഷ്ടി, മിഥ്യാസങ്കല്പം, മിഥ്യാവാച, അർഹന്തന്മാരുടെ വാദങ്ങളെ ഖണ്ഡിക്കൽ, അസത്യമായിട്ടുള്ള വാദത്തെ മറ്റുള്ളവരെ കൊണ്ട് സ്വീകരിപ്പിക്കൽ, സ്വയം പ്രശംസിക്കുക, മറ്റുള്ളവരെ നിന്ദിക്കുക. ഗൃഹസ്ഥരെ, ഒരു അറിവുള്ള പുരുഷൻ ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെയാണ് സങ്കല്പ വികല്പങ്ങൾ ചെയ്യുന്നത്. പരലോകം ഇല്ല എങ്കിൽ ഈ വ്യക്തി മരിക്കുന്ന സമയത്ത് അവർ സുരക്ഷിതരാണ്. എന്നാൽ പരലോകം ഉണ്ട് എങ്കിൽ ഈ വ്യക്തി മരിക്കുകയാണെങ്കിൽ മരണശേഷം അവർ ഒരു അധോഗതിയിൽ അല്ലെങ്കിൽ ചീത്തയായിട്ടുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ നരകത്തിലായിരിക്കും ജനിക്കുക, അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകത്തായിരിക്കും ജനിക്കുക. കാരണം മിഥ്യാദൃഷ്ടി, അതിൻ്റെ ഫലം ഇതുതന്നെയാണ്. ഇനി നമ്മൾക്ക് പരലോകം ഇല്ല എന്ന വാദം അത് ശരിയാണ് എന്ന് തന്നെ വയ്ക്കുക. അത് ആണെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തിയെ വർത്തമാനത്തിൽ അറിവുള്ള വ്യക്തികൾ നിന്ദിക്കും. ശീലമില്ലാത്ത വ്യക്തിയാണ്, മിഥ്യാദൃഷ്ടിയുള്ള വ്യക്തിയാണ്, നാസ്തികനാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയെ ഈ ജീവിതത്തിൽ തന്നെ ആൾക്കാർ നിന്ദിക്കും. എന്നാൽ സത്യമായിട്ടും പരലോകം ഉണ്ട് എങ്കിൽ അവർ രണ്ട് തരത്തിലും അവർ പരാജയപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ വർത്തമാന സമയത്ത് തന്നെ പ്രജ്ഞാവാരായിട്ടുള്ള മനുഷ്യർ അവരെ നിന്ദിക്കും. മരിച്ചു കഴിഞ്ഞാൽ മരണശേഷം അവർ അധോഗതിയിൽ, അതേപോലെ തന്നെ പശുപക്ഷികളുടെ ലോകത്ത്, നരകലോകത്ത്, ദുർഗതിയിലായിരിക്കും ജനിക്കുക. ഉറപ്പുള്ള ഈ ധർമ്മത്തെ അവർ തെറ്റായിട്ട് ഗ്രഹിച്ചത് മൂലം ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള കാര്യം മാത്രമേ അവർക്ക് ലഭിക്കുകയുള്ളൂ. കുശലകരമായിട്ടുള്ള കാര്യം അവർക്ക് ഒരിക്കലും ലഭിക്കില്ല. അതായത് അവർക്ക് ഒരിക്കലും പുണ്യസ്ഥാനം ലഭിക്കില്ല, എപ്പോഴും പാപമായിരിക്കും അവർ അനുഭവിക്കുക എന്നാണ് പറയുന്നത്. ഇനി മറ്റുള്ള ശ്രമണ ബ്രാഹ്മണന്മാരുടെ ദർശനത്തെ നമ്മൾക്ക് എടുക്കാം. അവരുടെ വാദം ഇങ്ങനെയാണ്: ദാനം, യജ്ഞം, ദക്ഷിണ ഇതിന് ഫലമുണ്ട്, ചീത്ത നല്ല കർമ്മങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്, പരലോകം ഉണ്ട്, അച്ഛനമ്മമാർ ഉണ്ട്, സ്വയം ജന്മം ഉണ്ട്, മരണാനന്തരം ജീവിതം സ്വന്തം അനുഭവത്തിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആശിക്കാം, അവർ കായ ദുശ്ചരിതങ്ങളെ അകറ്റി നിർത്തുന്നു, വാണി ദുഷ്ചരിതങ്ങളെ അകറ്റി നിർത്തുന്നു, മനോ ദുഷ്കർമ്മങ്ങളെ അകറ്റി നിർത്തുന്നു. കുശലകരമായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യകരമായിട്ടുള്ള കായധർമ്മത്തെ അവർ വളർത്തുന്നു, പുണ്യകരമായിട്ടുള്ള വാണീകർമ്മത്തെ, പുണ്യകരമായിട്ടുള്ള മനോകർമ്മത്തെ അവർ വളർത്തുന്നു.
അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ ശ്രമണ ബ്രാഹ്മണന്മാർ അകുശല ധർമ്മങ്ങൾ പൂർണ്ണമായിട്ടും കളങ്കമുള്ളതാണ്, ദോഷമുള്ളതാണ്, അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി. കുശലധർമ്മങ്ങൾ വളരെ ഗുണകരമാണ്, അത് പരിശുദ്ധമാക്കുന്നതാണ്, നിഷ്ക്രമണം നടത്തുന്നതാണ് എന്നവർക്ക് മനസ്സിലാക്കി. മാത്രമല്ല പരലോകം ഉണ്ട് എന്ന് പറയുന്ന കാര്യം സത്യം തന്നെയാണ്. അതിനാൽ പരലോകം ഉണ്ട് എന്ന് പറയുന്ന അവരുടെ ആ ദർശനം എന്ന് പറയുന്നത് സമ്മാദിട്ടി അല്ലെങ്കിൽ സമ്യക് ദർശനം തന്നെയാണ്. പരലോകം ഉണ്ട് എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. അതിനാൽ പരലോകം ഉണ്ട് എന്ന് പറയുന്ന അവരുടെ ചിന്ത സമ്മാസങ്കല്പം തന്നെയാണ്. പരലോകം ഉണ്ട് എന്നത് സത്യമാണ്. അപ്പോൾ പരലോകം ഉണ്ട് എന്ന് പറയുന്ന അവരുടെ സംസാരം സമ്മാവാച, ശരിയായിട്ടുള്ള സംസാരം തന്നെയാണ്. പരലോകം ഉണ്ട് എന്നത് സത്യമാണ്. അതിനാൽ ആ പരലോകം ഉണ്ട് എന്ന് അവർ പറയുന്ന സമയത്ത് അവർ അർഹന്തന്മാരുടെ വാദത്തെ ഖണ്ഡിക്കുന്നില്ല. കാരണം അർഹന്തന്മാർ ആ പരലോകം കണ്ടിട്ടുള്ളവർ തന്നെയാണ്. തീർച്ചയായിട്ടും പരലോകം ഉണ്ട്. അതിനാൽ മറ്റുള്ളവരോട് പരലോകം ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവർ സദ്ധമ്മത്തെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതിനാൽ ആ സദ്ധമ്മത്തിൻ്റെ കാരണത്താൽ അവർ സ്വയം പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. അതിനാൽ പണ്ട് അവർക്ക് ഉണ്ടായിരുന്ന ദുശീലങ്ങളെ അവർ ഉപേക്ഷിക്കുന്നു, നല്ല ശീലങ്ങളെ അവർ വളർത്താൻ ശ്രമിക്കുന്നു. അതുമൂലമാണ് സമ്മാദിട്ടി മൂലം ഇത്രയും കുശലകരമായിട്ടുള്ള ഗുണങ്ങൾ വളർന്നു വന്നത്. സമ്മാദിട്ടി, സമ്മാസങ്കപ്പു, സമ്മാ വാച, അർഹന്തന്മാരുടെ വാദത്തെ ഖണ്ഡിക്കാതിരിക്കൽ, മറ്റുള്ളവരുടെ ശരിയായിട്ടുള്ള ധർമ്മം പഠിപ്പിക്കാൻ ശ്രമിക്കൽ. അതുമൂലം സ്വയം അവർ തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. അറിവുള്ള ഒരു വ്യക്തി ഇതിനെപ്പറ്റി ഇങ്ങനെ വിശകലനം ചെയ്യും. സത്യമായിട്ടും ഒരു പരലോകം ഉണ്ട് എങ്കിൽ ഈ വ്യക്തി മരിക്കുന്ന സമയത്ത്, തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു നല്ല ലോകത്തായിരിക്കും ആ വ്യക്തി ജനിക്കുക, ഒരു സ്വർഗത്തായിരിക്കും ജനിക്കുക. എന്നാൽ ശരി, ഇനി ആ പരലോകം ഇല്ല എന്ന മറ്റുള്ളവരുടെ വാദം തന്നെ നമ്മൾക്ക് അംഗീകരിക്കാം. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ വ്യക്തിയെ അറിവുള്ള പുരുഷന്മാർ ഈ ജീവിതത്തിൽ തന്നെ പ്രശംസിക്കുന്നു. എന്തെന്നാൽ ആ വ്യക്തി ശീലവാനാണ്, സമ്മാദിട്ടി, ശരിയായിട്ടുള്ള ദർശനമുള്ളവരാണ്, അർത്ഥമുള്ള വാദത്തെയാണ് ആ വ്യക്തി പഠിപ്പിക്കുന്നത്. അതിനാൽ പരലോകം ഉണ്ട് എങ്കിൽ അവർ രണ്ട് ലോകത്തും ഒരേപോലെ സമർത്ഥരാണ്. എന്തെന്നാൽ വർത്തമാനകാലത്ത് വിജ്ഞാനികളായിട്ടുള്ള ജനങ്ങൾ അവരെ പ്രശംസിക്കുന്നു. എന്നാൽ മരണശേഷം ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവർ വളരെ നല്ല സ്ഥലത്ത് സ്വർഗ്ഗലോകത്ത് പോയിട്ട് അവർ ജനിക്കുന്നു. അവർ ഈ ഉറച്ച ധർമ്മത്തെ ശരിയായിട്ട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അവർ ഈ ധർമ്മത്തിൻ്റെ ശരിയായിട്ടുള്ള ഗുണം അനുഭവിക്കുന്നു. അതിൻ്റെ അകുശലം അല്ലെങ്കിൽ പാപകരമായിട്ടുള്ള ഭാവം ഒഴിവാക്കിക്കൊണ്ട് പുണ്യകരമായിട്ടുള്ള ഭാഗമാണ് ഈ വ്യക്തി അനുഭവിക്കുന്നത്. ഗൃഹസ്ഥരെ, ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർക്ക് ഈ രീതിയിലുള്ള ദർശനമാണ്, ഈ രീതിയിലുള്ള വാദമാണ്. ഒരു വ്യക്തി കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ നിന്ന് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. അവർ മറ്റുള്ളവരെ ശിക്ഷിക്കുകയാണ്, അംഗവിച്ഛേദം ചെയ്യുകയാണ്, അവരെ ദ്രോഹിക്കുകയാണ്, അവരെ ദുഃഖിപ്പിക്കുകയാണ്, അമർത്തുകയാണ്, ഭയപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരോടും മറ്റു വ്യക്തികളെ ഇതേപോലെ അവർ ചെയ്യാൻ പറയുകയാണ്. കൊല്ലുകയാണെങ്കിൽ, മോഷ്ടിക്കുകയാണെങ്കിൽ, ഭവനഭേദനം ചെയ്യുകയാണെങ്കിൽ, കൊള്ളയടിക്കുകയാണെങ്കിൽ, ഒറ്റപ്പെട്ട വീട് കയറി മോഷണം നടത്തുകയാണെങ്കിൽ, പാതകളിൽ മോഷണം നടത്തുകയാണെങ്കിൽ, വ്യഭിചാരം ചെയ്യുകയാണെങ്കിൽ, നുണ പറയുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല, ഒരു കുറ്റവും ഇല്ല എന്നാണ് അവർ കരുതുന്നത്. അവർ വിചാരിക്കുന്നത് ഈ ഭൂമിയിലെ സകലമാനമായിട്ടുള്ള പ്രാണികളെയും വെട്ടുനുറുക്കി മാംസകഷ്ണമാക്കി കഴിഞ്ഞാലും അതുമൂലം യാതൊരു പാപവും വരുന്നതല്ല, യാതൊരുവിധ ദോഷവും വരുന്നതല്ല. അതായത് ഒരു കർമ്മത്തിലും ഒരു ഫലവുമില്ല എന്ന് കരുതുന്നവരാണ് ഇവർ, അതായത് പൂർണ്ണ നാസ്തികർ. നിങ്ങൾ ഗംഗയുടെ തെക്കേ തടത്തിലൂടെ നടക്കുകയാണ്, എന്നിട്ട് പ്രാണികളെ കൊല്ലുകയാണ്, അംഗച്ഛേദം വരുത്തുകയാണ്, അവരെ പീഡിപ്പിക്കുകയാണ്, മറ്റുള്ളവരോടും ഇതേപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. അതുമൂലം ആ കർമ്മങ്ങൾ മൂലം നിങ്ങൾക്കൊരിക്കലും പാപം ഉണ്ടാകുകയില്ല, നിങ്ങൾക്കൊരു ദോഷവും ഉണ്ടാകില്ല, അതിന് ഒരു ഫലവും ഉണ്ടാകില്ല. ഇനി നിങ്ങൾ ഗംഗയുടെ വടക്കേ തടത്തിലൂടെ നിങ്ങൾ പോകുകയാണ്, അവിടെ നിങ്ങൾ ദാനം കൊടുക്കുകയാണ്, യജ്ഞം ചെയ്യുകയാണ്, മറ്റുള്ളവരോടും അതേപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. എന്നാൽ അതിൽ നിന്ന് യാതൊരുവിധ പുണ്യവും വരുന്നതല്ല, പുണ്യത്തിൻ്റെ യാതൊരു ഫലവും അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ദാനത്തിനാൽ, ദമം അല്ലെങ്കിൽ സ്വയം നിയന്ത്രണത്തിനാൽ, സംയമനത്തിനാൽ,
സത്യവചനത്തിനാൽ ഒരു പുണ്യവുമില്ല, ഒരു പുണ്യഫലവുമില്ല. ദാനേന ദമേന സംയമേന സച്ചവജ്ജേന നത്തി പുണ്യം നത്തി പുണ്യസ്യ ആഗമോതി. അതായത് ഇതൊന്നും ചെയ്തിട്ട് തന്നെ ഒരു കാര്യവുമില്ല, നിങ്ങൾക്ക് ഒരു പുണ്യം ലഭിക്കാൻ പോകുന്നില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ വാദം തത്വം ഇതിന് തീർത്തും വിപരീതമാണ്. അവർ ഇങ്ങനെയാണ് പറയുന്നത്: ഏതെങ്കിലും ഒരു വ്യക്തി മറ്റുള്ളവരെ ശിക്ഷിക്കുകയാണ്, അവരെ അംഗവിച്ഛേദം ചെയ്യുകയാണ്, അവരെ ദ്രോഹിക്കുകയാണ്, അവരെ ദുഃഖിപ്പിക്കുകയാണ്, അവരെ അമർത്തുകയാണ്, അവരെ ഭയപ്പെടുത്തുകയാണ്, അല്ലെങ്കിലും മറ്റുള്ളവരെ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ് എങ്കിൽ അവർ തീർച്ചും ഒരു പാപകർമ്മമാണ് ചെയ്യുന്നത്. അവർ കൊല്ലുന്ന സമയത്ത്, മോഷ്ടിക്കുന്ന സമയത്ത്, വീടുകളിൽ ആക്രമണം നടത്തുന്ന സമയത്ത്, സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന സമയത്ത്, ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളിൽ നിന്ന് മോഷണം നടത്തുന്ന സമയത്ത്, പാതകളിൽ മോഷണം നടത്തുന്ന സമയത്ത്, വ്യഭിചാരം ചെയ്യുന്ന സമയത്ത്, നുണ പറയുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും പാപകർമ്മങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾ വളരെ മൂർച്ചമുള്ള ഒരു ആയുധം കൊണ്ട് ഈ ലോകത്തിലെ സർവ്വപ്രാണികളെയും വെട്ടിനുറുക്കി മാംസകഷ്ണമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതുമൂലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാപം ഉണ്ടാകും, പാപത്തിൻ്റെ ഫലം ഉണ്ടാകും. അതുപോലെ നിങ്ങൾ ഗംഗയുടെ തെക്കേ തടത്തിലൂടെ നിങ്ങൾ നടക്കുകയാണ്, പ്രാണികളെ നിങ്ങൾ കൊല്ലുകയാണ്, അംഗവിച്ഛേദം ചെയ്യുകയാണ്, അവരെ ഉപദ്രവിക്കുകയാണ്, മറ്റുള്ളവരെ അതേപോലെ തന്നെ ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് പാപം വരും, പാപത്തിൻ്റെ ഫലം അതിൽ നിന്ന് തീർച്ചയായിട്ടും വരുന്നതാണ്. നിങ്ങൾ ഗംഗയുടെ വടക്കേ തടത്തിലൂടെ നടക്കുകയാണ്, എന്നിട്ട് ദാനം കൊടുക്കുകയാണ്, യജ്ഞം നടത്തുകയാണ്, മറ്റുള്ളവരെയും അതേപോലെ ചെയ്യാൻ നിങ്ങൾ പ്രേരിപ്പിക്കുകയാണ് എങ്കിൽ അതുമൂലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുണ്യം വരും, പുണ്യത്തിൻ്റെ ഫലം വരികയും ചെയ്യും. ദാനേന ദമേന സംയമേന സജ്ജവജ്ജേന അത്യപുണ്യം അത്യപുണ്യസ്യ ആഗമോതി. ദാനത്തിനാൽ, ദമം അതായത് സ്വയം നിയന്ത്രണത്തിനാൽ, സംയമനത്താൽ, സത്യവചനത്താൽ തീർച്ചയായിട്ടും പുണ്യമുണ്ട്, പുണ്യത്തിൻ്റെ ഫലമുണ്ട്. ഗൃഹസ്ഥന്മാരെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ രണ്ട് വാദവും പരസ്പര വിരുദ്ധമല്ലേ? അതേ ബന്ധേ. ഇനി നമ്മൾക്ക് മറ്റ് ശ്രമണ ബ്രാഹ്മണന്മാരുടെ അവരുടെ വാദം, അവരുടെ ദർശനം ഇങ്ങനെയാണ്: ഒരു വ്യക്തി ഈ പ്രകാരത്തിൽ ചെയ്യുന്ന സമയത്ത് അവന് അതുമൂലം യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല. അവൻ മറ്റുള്ളവരെ കൊല്ലുകയാണ്, അംഗവിച്ഛേദനം ചെയ്യുകയാണ്, ദ്രോഹിക്കുകയാണ്, ബുദ്ധിമുട്ടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, ഈ ലോകത്തെ മുഴുവൻ ജനങ്ങളെയും വധിച്ച് മാംസകഷ്ണങ്ങളാക്കി കഴിഞ്ഞാലും ഒരു പാപവുമില്ല. ഗംഗയുടെ ഒരു തീരത്തിലൂടെ നടന്ന് എല്ലാവരെയും കൊല്ലുകയും അംഗവിച്ഛേദം ചെയ്യുകയാണെങ്കിലും ഒരു പാപവുമില്ല. ഇനി ഗംഗയുടെ മറുതീരത്തിലൂടെ നടന്ന് ദാനം അതേപോലെ യജ്ഞം ചെയ്യുകയാണെങ്കിൽ ഒരു പുണ്യഫലവുമില്ല. ദാനത്താൽ, ദമത്താൽ, സംയമത്താൽ ഒരു പുണ്യവും നമ്മൾക്ക് ലഭിക്കാൻ പോകുന്നില്ല. ഇങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർ ഉണ്ട്. അതിനാൽ ഇത്തരം ആൾക്കാർ നല്ല കായകർമ്മങ്ങൾ, നല്ല വാണിയുടെ കർമ്മങ്ങൾ, നല്ല മനസ്സിൻ്റെ കർമ്മങ്ങൾ തീർച്ചയായിട്ടും ഉപേക്ഷിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. അതുകൂടാതെ അവർ തെറ്റായിട്ടുള്ള കായകർമ്മങ്ങൾ, തെറ്റായിട്ടുള്ള വാണീകർമ്മങ്ങൾ, തെറ്റായിട്ടുള്ള മനോകർമ്മങ്ങൾ ചെയ്യും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ അറിയുന്നില്ല. ഈ അകുശല കർമ്മങ്ങൾ ഒരുപാട് ഭയം നിറഞ്ഞതാണ്, അപകടം നിറഞ്ഞതാണ്, കളങ്കമുള്ളതാണ്, ദോഷമുള്ളതാണ്. ഈ കുശലധർമ്മങ്ങൾ മുഴുവൻ ഗുണകരമാണ്, അതിന് ശുദ്ധിയാക്കാനുള്ള കഴിവുണ്ട്, നിഷ്ക്രമണ ഗുണമുള്ളതാണ്. കർമ്മത്തിന് എന്തു തന്നെ ആയാലും ഫലമുണ്ട്. അതിനാൽ കർമ്മത്തിന് ഫലമില്ല എന്നുള്ള അവരുടെ ദർശനം മിഥ്യാദർശനമാണ്. കർമ്മത്തിന് തീർച്ചയായിട്ടും ഫലമുണ്ട്. അതിനാൽ കർമ്മത്തിന് ഫലമില്ല എന്നുള്ള അവരുടെ ചിന്ത മിഥ്യാ സങ്കല്പമാണ്. കർമ്മത്തിന് തീർച്ചയായിട്ടും ഫലമുണ്ട്. അതിനാൽ കർമ്മത്തിന് ഫലമില്ല എന്ന അവരുടെ വാക്ക് മിഥ്യാവചനമാണ്. കർമ്മത്തിന് തീർച്ചയായിട്ടും ഫലമുണ്ട്. എന്നാൽ കർമ്മത്തിന് ഫലമില്ല എന്ന അവരുടെ വാദം അർഹന്തന്മാരുടെ വാദത്തെ ഖണ്ഡിക്കുന്നതാണ്. കർമ്മത്തിന് ഫലമുണ്ട്, എന്നാൽ മറ്റുള്ളവരെ കർമ്മത്തിന് ഫലമില്ല എന്ന് അവർ പഠിപ്പിക്കുകയാണെങ്കിൽ അവർ അധർമ്മമാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുമൂലം അവർ സ്വയം തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. അതുമൂലം അവർ മുൻപുണ്ടായിരുന്ന നല്ല ഗുണങ്ങളെ അവർ ഉപേക്ഷിക്കുന്നു, ചീത്ത ഗുണങ്ങളിൽ അവർ പ്രതിഷ്ഠിതരാകുന്നു. ഇതുമൂലമാണ് മിഥ്യാദിഷ്ടി മൂലം ഇത്രയും അകുശല ധർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ ഉണ്ടായത്. മിഥ്യാദൃഷ്ടി, മിഥ്യാസങ്കല്പം,
മിഥ്യാവാണി, അർഹന്തന്മാരുടെ വാദങ്ങളെ ഖണ്ഡിക്കൽ, മറ്റുള്ളവരെ തെറ്റായിട്ടുള്ള വാദങ്ങൾ സ്വീകരിപ്പിക്കൽ, സ്വയം പുകഴ്ത്തൽ, മറ്റുള്ളവരെ നിന്ദിക്കൽ. ഒരു പ്രജ്ഞയുള്ള വ്യക്തി ഇതിനെപ്പറ്റി ഇങ്ങനെ വിശകലനം ചെയ്യുന്നു. കർമ്മത്തിന് ഫലമില്ല എങ്കിൽ ഈ വ്യക്തികൾ മരിക്കുന്ന സമയത്ത് അവർ സുരക്ഷിതരാണ്. കർമ്മത്തിന് ഫലമുണ്ട് എങ്കിൽ അവരുടെ ശരീരം നഷ്ടമാകുന്ന സമയത്ത് അല്ലെങ്കിൽ മരണത്തിന് ശേഷം അവർ തീർച്ചയായിട്ടും അധോലോകത്ത്, ശരിയല്ലാത്ത ലോകത്ത്, നരകലോകത്തായിരിക്കും ജനിക്കുക. ഇനി കർമ്മങ്ങൾക്കൊന്നും ഫലമില്ല എന്നുള്ള മറ്റുള്ളവരുടെ വാദം തന്നെ നമ്മൾക്ക് അംഗീകരിക്കാം, അങ്ങനെ തന്നെ എന്ന് കരുതുക. അങ്ങനെയാണെങ്കിലും ഈ വർത്തമാനകാലത്ത് ഈ വ്യക്തികളെ വിജ്ഞാനികളായ പുരുഷന്മാർ നിന്ദിക്കും. ഈ വ്യക്തി ശീലഗുണമില്ലാത്ത വ്യക്തിയാണ്, മിഥ്യാദൃഷ്ടിയുള്ള വ്യക്തിയാണ്, കർമ്മത്തെയും കർമ്മഫലത്തെയും ഈ വ്യക്തി അംഗീകരിക്കുന്നില്ല. എന്നാൽ കർമ്മത്തിന് ഫലം ഉണ്ട് എങ്കിൽ അവർ രണ്ട് ഭാഗത്തും പരാജയപ്പെടുന്നു. എന്തെന്നാൽ വർത്തമാനകാലത്ത് അവരെ ജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾ നിന്ദിക്കുന്നു. അവർ മരിക്കുന്ന സമയത്ത് മരണാനന്തരം അവർ അധോഗതിയിൽ, അധോലോകത്തിൽ, പശുപക്ഷികളുടെ ലോകത്തിൽ അല്ലെങ്കിൽ നരകത്തിലായിരിക്കും അവർ ജനിക്കുക. ഈ സംശയാതീതമായിട്ടുള്ള ധർമ്മത്തെ അവർ ശരിയായിട്ടല്ല ഗ്രഹിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവർ ഗ്രഹിച്ചിരിക്കുന്നത്. അതിൻ്റെ കുശലകരമായിട്ടുള്ള ഭാഗം അവർ ഗ്രഹിച്ചിട്ടില്ല, അതിനെ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. ഗൃഹസ്ഥരെ, ഇനി ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവരുടെ ദർശനം, അവരുടെ വാദം ഇപ്രകാരമാണ്: ഒരു വ്യക്തി ശിക്ഷിക്കുകയാണെങ്കിൽ, അതേപോലെ തന്നെ മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ, അവരെ കൊല്ലുകയാണെങ്കിൽ, അംഗച്ഛേദം വരുത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും പാപമാണ്, പാപഫലം തരുന്നതാണ്. ലോകത്തെ മുഴുവൻ വെട്ടിനുറുക്കി മാംസകഷ്ണം ആക്കി കഴിഞ്ഞാൽ അത് പാപം തന്നെയാണ്, പാപഫലം തരുന്നതാണ്. ഗംഗയുടെ ഒരു വശത്ത് എല്ലാ പ്രാണികളെയും വെട്ടിനുറുക്കി മാംസകഷ്ണമാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, കൊന്നുകഴിഞ്ഞാൽ, അംഗച്ഛേദം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പാപം തന്നെയാണ്, പാപത്തിൻ്റെ ഫലം വരുന്നതാണ്. അതുപോലെ തന്നെ ഗംഗയുടെ മറുഭാഗത്ത് നിങ്ങൾ യജ്ഞം ചെയ്യുകയാണ്, ദാനം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുണ്യഫലം തന്നെ വരും. ദാനത്താൽ, ദമനത്താൽ, സംയമനത്താൽ, സച്ചവചനത്തിലാൽ പുണ്യമുണ്ട്, പുണ്യത്തിൻ്റെ ഫലം കിട്ടുക തന്നെ ചെയ്യും. അതായത് കർമ്മത്തിന് പാപം, പുണ്യം തുടങ്ങിയ ഫലങ്ങളുണ്ട് എന്ന് പറയുന്ന വ്യക്തികൾ അല്ലെങ്കിൽ ആസ്തികവാദികൾ, ഇങ്ങനെയുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഒരു കാര്യം പ്രതീക്ഷിക്കാം: അവർ ശരീരം കൊണ്ടുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യില്ല, വാണി കൊണ്ടുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യില്ല, മനസ്സുകൊണ്ടുള്ള ദുഷ്കർമ്മങ്ങൾ ചെയ്യില്ല. അതുകൂടാതെ ശരീരം കൊണ്ടുള്ള നല്ല പ്രവൃത്തികൾ, വാണി കൊണ്ടുള്ള നല്ല പ്രവൃത്തികൾ, മനസ്സുകൊണ്ടുള്ള നല്ല പ്രവൃത്തികൾ തീർച്ചയായിട്ടും അവർ ചെയ്യും. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്: അകുശലമായിട്ടുള്ള കർമ്മങ്ങൾ പൂർണ്ണമായിട്ടും ഭയമുള്ളതാണ്, ആപത്തുള്ളതാണ്, അതിൽ കളങ്കമുള്ളതാണ്, ദോഷമുള്ളതാണ്. കുശലകരമായിട്ടുള്ള അല്ലെങ്കിൽ പുണ്യമായിട്ടുള്ള കർമ്മങ്ങൾ ഗുണമുള്ളതാണ്, അവ നമ്മളെ ശുദ്ധീകരിക്കുന്നതാണ്, നിഷ്ക്രമണം ചെയ്യിപ്പിക്കുന്നതാണ്. മാത്രമല്ല ഓരോ കർമ്മത്തിനും ഫലമുണ്ട്. അതിനാൽ കർമ്മത്തിന് ഫലമുണ്ട് എന്ന അവരുടെ ദർശനം സമ്മാദിട്ടി ആണ്, ശരിയായിട്ടുള്ള ദർശനമാണ്. തീർച്ചയായിട്ടും ഓരോ കർമ്മത്തിനും ഫലമുണ്ട്. അതിനാൽ കർമ്മത്തിന് ഫലമുണ്ട് എന്നുള്ള അവരുടെ ചിന്ത, സങ്കല്പം ശരിയായിട്ടുള്ള സങ്കല്പം തന്നെയാണ്. ഓരോ കർമ്മത്തിനും അതിൻ്റേതായിട്ടുള്ള ഫലമുണ്ട്. അതിനാൽ കർമ്മഫലമുണ്ട് എന്ന് അവരുടെ വാണി, സമ്മാവാച, ശരിയായിട്ടുള്ള വാണി തന്നെയാണ്. കർമ്മത്തിന് തീർച്ചയായിട്ടും ഫലമുണ്ട്. അതിനാൽ കർമ്മഫലമുണ്ട് എന്ന് അവർ പറയുന്ന സമയത്ത് അവർ ഒരിക്കലും അർഹന്തന്മാരുടെ വാദത്തെ അവർ ഖണ്ഡിക്കുന്നില്ല. കർമ്മത്തിന് തീർച്ചയായിട്ടും ഫലമുണ്ട്. അതിനാൽ കർമ്മഫലമുണ്ട് എന്ന് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ സദ്ധർമ്മം തന്നെയാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. അതുമൂലം അവർ സ്വയം തന്നെ പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. അതുമൂലം അവർ മുൻപുണ്ടായിരുന്ന ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് നല്ല ശീലങ്ങൾ അവർ വളർത്തിയെടുക്കാൻ നോക്കുന്നു. ഇങ്ങനെയാണ് സമ്മാ ദർശനം അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ദർശനം മൂലം വളരെയധികം കുശലധരമായിട്ടുള്ള ഗുണങ്ങൾ നമ്മളിൽ വരുന്നത്. സമ്മാദിട്ടി, സമ്മാ സങ്കപ്പ, സമ്മാവാച, അർഹന്തന്മാരുടെ വാദങ്ങളെ ഗണ്ണിക്കാതിരിക്കൽ, മറ്റുള്ളവർക്ക് സദ്ധർമ്മം പഠിപ്പിച്ചു കൊടുക്കൽ, സ്വയം പുകഴ്ത്തുകയോ മറ്റുള്ളവരെ നിന്ദിക്കാതിരിക്കുകയോ ചെയ്യൽ. ഒരു ജ്ഞാനമുള്ള വ്യക്തി ഈ കാര്യത്തെപ്പറ്റി ഈ രീതിയിൽ സങ്കല്പിക്കുന്നു: കർമ്മത്തിന് ഫലമുണ്ട് എന്ന് കരുതുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ ശരീരം നഷ്ടമാകുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈ വ്യക്തി നല്ല സ്ഥലത്തായിരിക്കും ജനിക്കുക, അല്ലെങ്കിൽ ഒരു സ്വർഗ്ഗലോകത്തായിരിക്കും ജനിക്കുക. എന്നാൽ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുക:
കർമ്മത്തിന് യാതൊരു ഫലവുമില്ല എന്ന മറ്റുള്ളവരുടെ വാദം ശരിയാണ് എന്ന് നമ്മൾക്ക് അംഗീകരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും ജ്ഞാനികളായിട്ടുള്ള ജനങ്ങൾ ഈ വ്യക്തിയെ എന്തായാലും പ്രശംസിക്കും. എന്തെന്നാൽ ഈ വ്യക്തിക്ക് ശീലഗുണമുണ്ട്, ശരിയായിട്ടുള്ള ദർശനമാണ് ഈ വ്യക്തിക്ക് ഉള്ളത്, കർമ്മത്തെയും കർമ്മഫലത്തെയും ഈ വ്യക്തി അംഗീകരിക്കുന്നുണ്ട്. അതിനാൽ കർമ്മത്തിന് ഫലമുണ്ട് എങ്കിൽ രണ്ട് ഭാഗത്തിനും അവർ ഗുണമാണ് ഉള്ളത്. എന്തെന്നാൽ വിജ്ഞാനികളായിട്ടുള്ള ജനങ്ങൾ അവരെ ഈ ജന്മത്തിൽ തന്നെ പ്രശംസിക്കുന്നു. അവരുടെ ശരീരം അവർ ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ നല്ല സ്ഥലത്ത് തന്നെ ജനിക്കുന്നു, സ്വർഗ്ഗലോകത്ത് തന്നെ പുനർജനിക്കുന്നു. അവർ ഈ ശരിയായിട്ടുള്ള ധർമ്മത്തെ ശരിയായിട്ട് തന്നെയാണ് ഗ്രഹിച്ചിരിക്കുന്നത്. ധർമ്മത്തിൻ്റെ അകുശലമായിട്ടുള്ള ഭാഗം അവർ ഉപേക്ഷിച്ച് കുശലഭാഗം തന്നെയാണ് അവർ എടുത്തിരിക്കുന്നത്. ഇവിടെ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്. അവരുടെ വാദം, അവരുടെ തത്വം ഇങ്ങനെയുള്ളതാണ്: പ്രാണികളുടെ മനസ്സ് ദുഷിക്കാൻ പച്ചയോ പ്രത്യയം അല്ലെങ്കിൽ കാരണമില്ല, നത്തി ഹേതുവില്ല. അതായത് ഹേതുവോ പ്രത്യയമോ ഇല്ലാതെയാണ് പ്രാണികൾ ദുഷിക്കുന്നത്. അതായത് പ്രാണികളുടെ മനസ്സിൽ പാപധർമ്മങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം. പ്രാണികൾ പ്രത്യയമില്ലാതെ ഹേതുവില്ലാതെയാണ് ദുഷിക്കുന്നത്. പ്രാണികൾ ശുദ്ധിയാകുന്നതും ഹേതുവില്ലാതെ പ്രത്യയമില്ലാതെയാണ്. ഹേതുവില്ലാതെ പ്രത്യയമില്ലാതെ തന്നെയാണ് പ്രാണികൾ വിശുദ്ധരാകുന്നത്. ഇവിടെ ബലമില്ല, വീര്യമില്ല, പുരുഷാർത്ഥമില്ല, പുരുഷൻ്റെ പരാക്രമമില്ല. എല്ലാ പ്രാണികളും, എല്ലാ ജീവികളും, എല്ലാ ഭൂതങ്ങളും, എല്ലാ ജീവികളും അവശന്മാരാണ്, ബലം ഇല്ലാത്തവരാണ്, വീര്യം ഇല്ലാത്തവരാണ്. വിധിയാണ് അവരെ നിയന്ത്രിക്കുന്നത്, സാഹചര്യമാണ് അവരെ നിയന്ത്രിക്കുന്നത്, പ്രകൃതിയാണ് അവരെ നിയന്ത്രിക്കുന്നത്. 6 തരത്തിലുള്ള ജന്മങ്ങളിലും അവർ സുഖവും വേദനയും അനുഭവിക്കുന്നത് സാഹചര്യങ്ങൾ മൂലമാണ്. അതായത് ഇവിടെ പറയുന്ന വാദം എല്ലാ കാര്യങ്ങളും ഒരു വിധി അല്ലെങ്കിൽ ഈശ്വരനാണ് നടത്തുന്നത്, നമ്മൾക്ക് യാതൊരുവിധ ബലവുമില്ല, ഒന്നുമില്ല, എല്ലാം നടത്തുന്നത് ആ വിധിയാണ് അല്ലെങ്കിൽ ആ ഈശ്വരനാണ്, പരമേശ്വരനാണ് എന്നുള്ള വാദമാണ് ഇവിടെ പറയുന്നത്. ചില ശ്രമണ ബ്രാഹ്മണന്മാരുടെ വാദം ഇതിന് തീർത്തും വിപരീതമാണ്. അവർ ഇങ്ങനെ പറയുന്നു: പ്രാണികൾ കളങ്കിതരാകാൻ ഹേതുവുണ്ട്, പ്രത്യയമുണ്ട്. ഇത് രണ്ടും മൂലമാണ് പ്രാണികൾ കളങ്കിതരാകുന്നത്. ഹേതുവും പ്രത്യയവും മൂലമാണ് പ്രാണികളിൽ കളങ്കമുണ്ടാകുന്നത്. വിശുദ്ധി ആകുന്നതിനും പരിശുദ്ധരാകുന്നതിനും ഒരു ഹേതു, അതേപോലെ തന്നെ പ്രത്യയം ഉണ്ട്. പ്രത്യയം എന്ന് പറയുമ്പോൾ കാരണം. പ്രാണികൾ വിശുദ്ധരാകുന്നതിന് ഒരു ഹേതുവുണ്ട്, പ്രത്യയമുണ്ട്. ബലമുണ്ട്, വീര്യമുണ്ട്, പുരുഷാർത്ഥമുണ്ട്, പുരുഷ പരാക്രമമുണ്ട്. അതായത് ഇതെല്ലാം ആവശ്യമാണ് എന്നാണ് പറയുന്നത്. എല്ലാ സത്തകളും, എല്ലാ ഭൂതങ്ങളും, എല്ലാ പ്രാണികളും, എല്ലാ ജീവികളും അവശന്മാരല്ല, ബലമില്ലാത്തവരല്ല, വീര്യമില്ലാത്തവരല്ല, വിധി നിയന്ത്രിക്കുന്നവരല്ല, സാഹചര്യങ്ങൾ നിയന്ത്രിക്കുന്നവരല്ല, പ്രകൃതി അവരെ നിയന്ത്രിക്കുന്നതല്ല. 6 തരത്തിലുള്ള ജന്മങ്ങളിലും അവർ സുഖവും ദുഃഖവും അനുഭവിക്കുന്നവരല്ല. ഗൃഹസ്ഥന്മാരെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ 2 തത്വവും വാദവും രണ്ടും പരസ്പര വിരുദ്ധമല്ലേ? അതേ ബന്ധേ. ഇനി അത്തരം ഒരു ശ്രമണ ബ്രാഹ്മണന്മാരുടെ വാദം അല്ലെങ്കിൽ തത്വം നമുക്ക് നോക്കാം. ജീവികളുടെ കളങ്കത്തിന് ഹേതുവോ പ്രത്യയമോ ഇല്ല. അതായത് ഒരു ഹേതുവോ പ്രത്യയമോ ഒന്നിനും തന്നെ ഇല്ല. എല്ലാം ചില ശക്തികളാണ് നിയന്ത്രിക്കുന്നത്, എല്ലാം പ്രകൃതിയാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾക്ക് യാതൊരുവിധ ശക്തിയുമില്ല, നമ്മൾ ചില ദിവ്യശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ് എന്നുള്ള വാദം. അതായത് നമുക്ക് യാതൊരുവിധ കഴിവുമില്ല, എല്ലാ കാര്യങ്ങളും പരമാത്മാവാണ് ചെയ്യുന്നത്, പ്രകൃതിയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു വാദം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഉറപ്പാക്കാം: അവർ ഒരു കാരണവശാലും ശരീരം കൊണ്ടോ വാണി കൊണ്ടോ മനസ്സുകൊണ്ടോ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കില്ല. അവർ ശരീരം കൊണ്ടും വാണി കൊണ്ടും മനസ്സുകൊണ്ടും ചീത്ത കാര്യങ്ങൾ ചെയ്യാനായിരിക്കും ശ്രമിക്കുക. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ഈ രീതിയിലുള്ള ശ്രമണ ബ്രാഹ്മണന്മാർ ചില ധർമ്മങ്ങളിൽ മുഴുവൻ ഭയമുണ്ട്, അപകടമുണ്ട്, അത് കളങ്കിതമാണ്, ദോഷമുള്ളതാണ്. അതുകൂടാതെ കുശലമായിട്ടുള്ള ധർമ്മങ്ങളിൽ ഗുണങ്ങളുണ്ട്, അത് ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്, നിഷ്ക്രമണത്തിനുള്ള കഴിവുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ടില്ല. മാത്രമല്ല എല്ലാ കാര്യങ്ങൾക്കും ഹേതുവും പ്രത്യയവും ഉണ്ട്. അതിനാൽ ഹേതുവില്ല, പ്രത്യയവുമില്ല എന്ന അവരുടെ ദൃഷ്ടി മിഥ്യാദൃഷ്ടിയാണ്. തീർച്ചയായിട്ടും ഹേതുവും പ്രത്യയവും ഉണ്ട്.
ഹേതുവും പ്രത്യയവും ഇല്ല എന്നുള്ള അവരുടെ ചിന്ത മിഥ്യാസങ്കല്പമാണ്. തീർച്ചയായിട്ടും ഹേതുവും പ്രത്യയവും ഉണ്ട്, എന്നാൽ ഹേതുവില്ല പ്രത്യയവുമില്ല എന്നുള്ള അവരുടെ ഭാഷണം മിഥ്യാഭാഷണമാണ്. തീർച്ചയായിട്ടും ഹേതുവും പ്രത്യയവും ഉണ്ട്, എന്നാൽ ഹേതുവില്ല പ്രത്യയമില്ല എന്നുള്ള അവരുടെ വാദം അർഹന്തന്മാരുടെ വാദത്തെ ഖണ്ഡിക്കുന്നതാണ്. ഹേതുവും പ്രത്യയവും തീർച്ചയായിട്ടും ഉണ്ട്, എന്നാൽ ഹേതുവില്ല പ്രത്യയമില്ല എന്ന് പറഞ്ഞുള്ള വാദം മറ്റുള്ളവരെ അംഗീകരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അസത്യമായിട്ടുള്ള ധർമ്മമാണ് ആ വ്യക്തി പഠിപ്പിക്കുന്നത്. ഇതുമൂലം അവർ സ്വയം തന്നെ പ്രശംസിക്കുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു. അതിനാൽ അവർക്ക് മുൻപുണ്ടാകുന്ന നല്ല ഗുണങ്ങൾ ഉപേക്ഷിക്കുന്നു, ചീത്ത ഗുണങ്ങളിൽ അവർ പ്രതിഷ്ഠിതരാകുന്നു. അതുമൂലം ഈ മിഥ്യാദിഷ്ടി മൂലം ഒരുപാട് അകുശലമായിട്ടുള്ള ഒരുപാട് പാപകരമായിട്ടുള്ള ധർമ്മങ്ങൾ അവരിൽ വരുന്നു. മിഥ്യാദിഷ്ടി, മിഥ്യാസങ്കല്പം, മിഥ്യാവാച, അർഹന്തന്മാരുടെ വാദത്തെ ഖണ്ഡിക്കൽ, തെറ്റായിട്ടുള്ള ധർമ്മത്തെ മറ്റുള്ളവരെ മനസ്സിലാക്കിപ്പിക്കൽ, സ്വയം പുകഴ്ത്തൽ, മറ്റുള്ളവരെ നിന്ദിക്കൽ. അറിവുള്ള ഒരു വ്യക്തി ഈ കാര്യത്തെ ഈ രീതിയിൽ വിശകലനം ചെയ്യും. ഹേതുവില്ല പ്രത്യയം ഇല്ല എങ്കിൽ ഈ വ്യക്തി ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് ഈ വ്യക്തി സ്വയം സുരക്ഷിതനാണ്. എന്നാൽ ഹേതുവുണ്ട് പ്രത്യയമുണ്ട് എങ്കിൽ ഈ വ്യക്തി തൻ്റെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ വ്യക്തി തെറ്റായിട്ടുള്ള ഒരു സ്ഥലത്ത്, ചീത്തയായിട്ടുള്ള സ്ഥലത്ത്, അധോലോകത്ത്, നരകലോകത്ത് അല്ലെങ്കിൽ പശുപക്ഷികളുടെ ലോകത്തായിരിക്കും ഈ വ്യക്തി ജനിക്കുക. ഇനി ഹേതുവില്ല പ്രത്യയമില്ല എന്നുള്ള വാദം തന്നെ നമ്മൾ ശരിയാണ് എന്ന് നമുക്ക് വിചാരിക്കാം. എന്നിരുന്നു കഴിഞ്ഞാലും ആ വ്യക്തിയെ ഈ ജീവിതത്തിൽ തന്നെ അറിവുള്ള വ്യക്തികൾ ആ വ്യക്തിയെ നിന്ദിക്കും. എന്തെന്നാൽ ശീലഗുണമില്ലാത്ത ഒരു വ്യക്തിയാണ് ആ വ്യക്തി, മിഥ്യാദൃഷ്ടിയുള്ള ഒരു വ്യക്തിയാണ്, ഹേതുവിനെയും പ്രത്യയത്തെയും മാനിക്കാത്തൊരു വ്യക്തിയാണ് എന്ന് അവർ ആ വ്യക്തിയെ നിന്ദിക്കും. എന്നാൽ ഹേതുവും പ്രത്യയവും ഉണ്ട് എന്ന് തന്നെ കരുതുക, അവർ ഈ രണ്ട് കാര്യത്തിലും അവർ സ്വയം പരാജയപ്പെടുന്നതാണ്. എന്തെന്നാൽ ഈ വർത്തമാനകാലത്ത് തന്നെ മറ്റുള്ളവർ അവരെ നിന്ദിക്കും. അവരുടെ ശരീരം അവർ ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ അധോലോകത്ത്, ദുർഗതി, തെറ്റായിട്ടുള്ള സ്ഥലത്ത്, നരകലോകത്ത്, പശുപക്ഷികളുടെ ലോകത്തിലായിരിക്കും ആ വ്യക്തി ജനിക്കുക. ഈ ശരിയായിട്ടുള്ള ധർമ്മത്തെ തെറ്റായിട്ടുള്ള രീതിയിൽ ഗ്രഹിച്ചത് മൂലം അവർക്ക് ഒരു ഭാഗത്തുള്ള ഫലം മാത്രമേ ലഭിക്കുന്നുള്ളൂ. അവർക്ക് അതിൻ്റെ ഗുണപരമായിട്ടുള്ള ഫലം ഒരിക്കലും ലഭിക്കുന്നില്ല. ഇനി ഈ ശ്രമണ ബ്രാഹ്മണന്മാരുടെ വാദം അല്ലെങ്കിൽ അവരുടെ തത്വം ഇപ്രകാരമാണ്: ഓരോ ജീവിയും കളങ്കിതനാകുന്നതിന് ഹേതുവുണ്ട് പ്രത്യയമുണ്ട്. ഹേതുവും പ്രത്യയത്താലാണ് ജീവികൾ പരിശുദ്ധരാകുന്നത്. അതായത് എല്ലാ കാര്യത്തിനും ഹേതുവും പ്രത്യയമുണ്ട്, അതായത് കാര്യകാരണമുണ്ട് എന്നാണ് അവർ പറയുന്നത്. കാര്യകാരണമില്ലാതെ ഒന്നും തന്നെ ഈ ലോകത്ത് സംഭവിക്കില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ പ്രതീക്ഷിക്കാം, അവർ അകുശലമായിട്ടുള്ള കായധർമ്മങ്ങളെ, വാണികർമ്മങ്ങളെ, മനോകർമ്മങ്ങളെ അവർ ഉപേക്ഷിക്കും. കുശലമായിട്ടുള്ള പുണ്യകർമ്മമായിട്ടുള്ള ശരീരകർമ്മങ്ങളെ, വാണികർമ്മങ്ങളെ, മനോകർമ്മങ്ങളെ അവർ സ്വന്തമാക്കും. അത് എന്തുകൊണ്ടാണ്? എന്തെന്നാൽ ആ ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ കണ്ടിട്ടുണ്ട്: അകുശലമായിട്ടുള്ള ധർമ്മങ്ങളിൽ ഒരുപാട് ആപത്തുകളുണ്ട്, കുറവുകളുണ്ട്, ദോഷങ്ങളുണ്ട്, കളങ്കങ്ങളുണ്ട്. കുശലകരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ശുദ്ധീകരണ ശേഷിയുണ്ട്, നിഷ്ക്രമണ ശേഷിയുണ്ട്. മാത്രമല്ല ഇവിടെ ഹേതുവും പ്രത്യയവും തീർച്ചയായിട്ടുമുണ്ട്. അതിനാൽ ഹേതുവുണ്ട് എന്നുള്ള അവരുടെ ദർശനം സമ്മാദിഷ്ഠിയാണ്, ശരിയായിട്ടുള്ള ദർശനമാണ്. തീർച്ചയായിട്ടും ഹേതുവും പ്രത്യയം ഉണ്ട്. അതിനാൽ ഹേതു പ്രത്യയം ഉണ്ട് എന്നുള്ള അവരുടെ ചിന്തയും സങ്കല്പമാണ്. തീർച്ചയായിട്ടും ഹേതുവും പ്രത്യയവും ഉണ്ട്. അതിനാൽ ഹേതുവും പ്രത്യയം ഉണ്ട് എന്നു അവരുടെ വാണിയും വാച, ശരിയായിട്ടുള്ള വാചം ആണ്. തീർച്ചയായിട്ടും ഹേതുവും പ്രത്യയവും ഉണ്ട്. അതിനാൽ ഹേതു പ്രത്യയം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് അവർ അർഹന്തന്മാരുടെ വാണികളെ ഒരിക്കലും ഖണ്ഡിക്കുന്നില്ല. തീർച്ചയായിട്ടും ഹേതുവും പ്രത്യയം ഉണ്ട്. അതുമൂലം മറ്റുള്ളവർക്ക് ഹേതു പ്രത്യയം ഉണ്ട് എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് അവർ ശരിയായിട്ടുള്ള ധർമ്മം തന്നെയാണ് അവർ പഠിപ്പിക്കുന്നത്. അതുമൂലം അവർ തന്നെ സ്വയം പ്രശംസിക്കുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല. അതുമൂലം അവർ മുൻപുണ്ടായിരുന്ന ദുർഗുണങ്ങൾ ഉപേക്ഷിക്കുന്നു, അവർ സദ്ഗുണങ്ങൾ സ്വയം വളർത്തുന്നു. അതുമൂലം സമ്മാദിഷ്ഠി മൂലമാണ് ഒരുപാട് നല്ല ഗുണങ്ങൾ അവർ വന്നത്. സമ്മാദിഷ്ഠി, സമ്മാസങ്കപ്പോ, സമ്മാവാച, അർഹന്തന്മാരുടെ വാദങ്ങളെ അവർ ഖണ്ഡിക്കുന്നില്ല, മറ്റുള്ളവരെ അവർ സദ്ധമമാണ് പഠിപ്പിക്കുന്നത്. അതുമൂലം അവർ സ്വയം പുകഴ്ത്തുന്നില്ല, മറ്റുള്ളവരെ നിന്ദിക്കുന്നില്ല.
നല്ല അറിവുള്ള ഒരു വ്യക്തി ഈ കാര്യത്തെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുന്നു. ഹേതുവും പ്രത്യയവും ഉണ്ട് എങ്കിൽ ഈ വ്യക്തി ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അവർ ഒരു നല്ല സ്ഥലത്ത് സ്വർഗ്ഗലോകത്ത് തന്നെയായിരിക്കും അവർ പോയിട്ട് ജനിക്കുക. ഇനി ഹേതു പ്രത്യയം ഇല്ല എന്ന് പറയുന്ന മറ്റുള്ളവരുടെ വാദം തന്നെ നമ്മൾ അംഗീകരിക്കുകയാണ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ ഈ വ്യക്തിയെ ഈ വർത്തമാനകാലത്ത് അറിവുള്ള മറ്റുള്ള വ്യക്തികൾ പ്രശംസിക്കുകയാണ് ചെയ്യുക. എന്തെന്നാൽ ഈ വ്യക്തി ശീലഗുണമുള്ള ഒരു വ്യക്തിയാണ്, ശരിയായിട്ടുള്ള ദർശനമുള്ള ഒരു വ്യക്തിയാണ്, ഹേതു പ്രത്യയത്തെ വാദിക്കുന്ന ഒരാളാണ്. അതിനാൽ തീർച്ചയായിട്ടും ഹേതു പ്രത്യയം ഉണ്ട് എങ്കിൽ അതുമൂലം രണ്ട് ഭാഗത്തു നിന്നും അവർക്ക് ഗുണമാണ് ഉണ്ടാകുന്നത്. എന്തെന്നാൽ ഈ ജീവിതത്തിൽ തന്നെ ഇവരെ വിജ്ഞാനികളായിട്ടുള്ള ആളുകൾ പ്രശംസിക്കുന്നു. അവരുടെ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് മരണശേഷം അവർ നല്ല ലോകത്ത് സ്വർഗ്ഗലോകത്ത് ചെന്ന് ജനിക്കുന്നു. അവർ ഈ സദ്ധർമ്മത്തെ നല്ല രീതിയിൽ തന്നെയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ദോഷവശം കളഞ്ഞ് നല്ല വശം മാത്രമാണ് അവർ ഗ്രഹിക്കുന്നത്. ചില ശ്രമണ ബ്രാഹ്മണന്മാർക്ക് ഇത്തരം ഒരു ദർശനം തത്വമുണ്ട്. അരൂപധ്യാനം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ ഇല്ല. അതായത് 4 മുതൽ 8 വരെയുള്ള ധ്യാനങ്ങളാണ് അരൂപധ്യാനങ്ങൾ എന്ന് പറയുന്നത്. അവിടെ രൂപമില്ല, അല്ലെങ്കിൽ ശരീരമില്ല, മനസ്സ് മാത്രമേ ഉള്ളൂ. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ വാദം ഇതിന് തീർത്തും വിപരീതമാണ്. അവർ പറയുന്നു, എല്ലാ ധ്യാനവും അരൂപം തന്നെയാണ്. ഗൃഹസ്ഥന്മാരെ, നിങ്ങൾ എന്ത് കരുതുന്നു? ഈ 2 വാദങ്ങളും പരസ്പരം വിരുദ്ധമല്ലേ? അതേ ബന്ധേ, ഒരു പ്രജ്ഞാവാനായിട്ടുള്ള വ്യക്തി ഈ കാര്യത്തെ ഈ രീതിയിലാണ് വിശകലനം ചെയ്യുന്നത്. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ പറയുന്നു, അരൂപധ്യാനം എന്ന് പറയുന്ന ഒരു ധ്യാനം തന്നെ ഇല്ല, എന്നാൽ ഞാൻ അതിനെ കണ്ടിട്ടില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ പറയുന്നു, അരൂപധ്യാനം തന്നെ ആണ് ഉള്ളത്, എന്നാൽ ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ടില്ല. കാണാതെ മനസ്സിലാക്കാതെ ഞാൻ അതിന് ഉത്തരം പറയുന്നത് തീർച്ചയായിട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതാണ് സത്യം, മറ്റുള്ള കാര്യങ്ങൾ മൂഢത്വമാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. ആ ശ്രമണ ബ്രാഹ്മണന്മാർ അവർ ഇങ്ങനെയാണ് പറയുന്നത്, രൂപമായിട്ടുള്ള ധ്യാനങ്ങൾ ഒന്നും തന്നെയില്ല എന്നുള്ള അവരുടെ വാദം ശരിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഞാൻ രൂപബ്രഹ്മലോകത്തായിരിക്കും ജനിക്കുക, മനോമയമായിട്ടുള്ള ലോകത്തായിരിക്കും ഞാൻ ജനിക്കുക. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാർ അവർ ഇങ്ങനെയാണ് പറയുന്നത്, ധ്യാനം തീർച്ചയായിട്ടും അരൂപമാണ് എന്നുള്ള വാദം അത് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അരൂപമായിട്ടുള്ള ലോകത്ത് ആയിരിക്കും ജനിക്കുക, സംജ്ഞാമയമായിട്ടുള്ള ലോകത്തായിരിക്കും ജനിക്കുക. ഈ രൂപം കാരണമാണ് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നത്. വടി വാളുകൾ എടുക്കുന്നു, വഴക്കോടുന്നു, വാഗ്വാദം ചെയ്യുന്നു, കലഹങ്ങൾ ഉണ്ടാകുന്നു, മറ്റുള്ളവരെ നിന്ദിക്കുന്നു, പരദൂഷണം പറയുന്നു, നുണ പറയുന്നു. എന്നാൽ അരൂപമായിട്ടുള്ള സ്ഥലത്ത് ഇതൊന്നും തന്നെ സംഭവിക്കുന്നില്ല. ഇതിനെപ്പറ്റി ഓർത്തുകൊണ്ട് അവർ രാഗമില്ലായ്മയ്ക്ക്, നിർവ്വാണത്തിനായിക്കൊണ്ട്, നിരോധനത്തിനായിക്കൊണ്ട് ശ്രമിക്കുന്നു. അതായത് രൂപങ്ങളുടെ വിരാഗം, നിബ്ബാണം, നിരോധം. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ വാദം ഇതാണ്, അവരുടെ തത്വം ഇതാണ്, സർവമായിട്ടുള്ള ഭവനിരോധം എന്ന അവസ്ഥ സംഭവിക്കുന്നതല്ല. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവരുടെ വാദം ഇങ്ങനെയാണ്, പൂർണ്ണമായിട്ടുള്ള ഭവനിരോധം എന്ന അവസ്ഥ ഉണ്ട്. ഗൃഹസ്ഥന്മാരെ, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഈ 2 വാദങ്ങളും പരസ്പരം വിരുദ്ധമല്ലേ? അതേ ബന്ധേ, ഒരു പ്രജ്ഞയുള്ള വ്യക്തി ഈ 2 വാദങ്ങളെയും പറ്റിയും മനസ്സിൽ വിശകലനം ചെയ്യും. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ പറയുന്നു, പൂർണ്ണതരത്തിൽ ഉള്ള ഭവനിരോധം ഒരിക്കലും സംഭവിക്കുന്നില്ല, എന്നാൽ ഞാനത് കണ്ടിട്ടില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാർ ഇങ്ങനെ പറയുന്നു, പൂർണ്ണ തരത്തിലുള്ള ഭവനിരോധം ഉണ്ട്, എന്നാൽ ഞാനത് അറിഞ്ഞിട്ടില്ല. അതിനെ അറിയാതെ കാണാതെ ഒരു ഭാഗമായിട്ട് എനിക്ക് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. എന്നിട്ട് എനിക്കിങ്ങനെ പറയാൻ സാധിക്കില്ല, ഇത് മാത്രമാണ് സത്യം, മറ്റുള്ള കാര്യങ്ങൾ മൂഢത്വമാണ് എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർ ഇങ്ങനെയാണ് പറയുന്നത്, സർവഭവനിരോധം എന്ന അവസ്ഥ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ അരൂപമായിട്ടുള്ള ദേവലോകത്ത്, സംജ്ഞാമയമായിട്ടുള്ള ദേവലോകത്ത് ആയിരിക്കും ജനിക്കുക. എന്നാൽ ചില ശ്രമണ ബ്രാഹ്മണന്മാരുണ്ട്, അവർ ഇങ്ങനെയാണ് പറയുന്നത്, സർവഭവനിരോധം എന്നത് തീർച്ചയായിട്ടും സംഭവ്യമാണ്. അവരുടെ വാദം ശരിയാണ് എങ്കിൽ ഞാൻ ഈ ജന്മത്തിൽ തന്നെ ധർമ്മത്തെ കണ്ട് പരിനിർവാണം നേടും.
ചില ശ്രമണ ബ്രാഹ്മണന്മാരുടെ വാദം ഇങ്ങനെയാണ്: സർവഭവനിരോധം എന്ന അവസ്ഥ അത് ഒട്ടും തന്നെ ഇല്ല. അത് രാഗത്തിന്, ആസ്വാദത്തിന്, ആസക്തിക്ക്, ഉപാദാനത്തിന് ഇതിന് കാരണമായിട്ട് തീരുന്നു. ചില ശ്രമണ ബ്രാഹ്മണന്മാരുടെ വാദം ഇങ്ങനെയാണ്: പൂർണ്ണ ഭവനിരോധനം എന്ന അവസ്ഥ ഉണ്ട്. അതുമൂലം വിരാഗം, ബന്ധനമില്ലായ്മ, രാഗമില്ലായ്മ, ആസക്തിയില്ലായ്മ, ഉപാദാനമില്ലായ്മ ഇവയിലേക്ക് അത് നയിക്കുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവർ വിരാഗത്തിന്, നിരോധത്തിന്, നിർവ്വാണത്തിനായിട്ട് അവർ പ്രയത്നിക്കും. ഗൃഹസ്ഥന്മാരെ, ഈ 4 തരത്തിലുള്ള വ്യക്തികളെ ഈ ലോകത്തിൽ കാണാവുന്നതാണ്. ഏതാണ് 4 തരത്തിലുള്ള ആൾക്കാർ? ഒരു വ്യക്തി സ്വയം ഹനിക്കുന്നു, സ്വയം ഹനിക്കുന്നതിൽ ഏർപ്പെടുന്നു. ഒരു വ്യക്തി മറ്റുള്ളവർക്ക് ഹാനിയുണ്ടാക്കുന്നു, മറ്റുള്ളവർക്ക് ഹാനിയുണ്ടാക്കുന്നതിൽ ഏർപ്പെടുത്തുന്നു. ഒരു വ്യക്തി സ്വയവും ഹാനിയുണ്ടാക്കുന്നു, മറ്റുള്ളവർക്കും ഹാനിയുണ്ടാക്കുന്നു, സ്വയവും മറ്റുള്ളവർക്കും ഹാനിയുണ്ടാക്കുന്നതിൽ ഏർപ്പെടുന്നു. ഒരു വ്യക്തി സ്വയം ഹാനിയുണ്ടാക്കുന്നില്ല, മറ്റുള്ളവർക്കും ഹാനിയുണ്ടാക്കുന്നില്ല, സ്വയവും മറ്റുള്ളവർക്കും ഹാനിയുണ്ടാക്കുന്നതിൽ ഏർപ്പെടുന്നതില്ല. അവർ ഈ ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്നു. അവർ നിർവ്വാണം നേടിയവരാണ്, അകത്ത് ശീതളമായിട്ടുള്ളവരാണ്, സുഖം അനുഭവിക്കുന്നതാണ്, സ്വയം ബ്രഹ്മന്മാരായിട്ട് മാറിയവരാണ്. ഏത് വ്യക്തിയാണ് സ്വയം ഹാനിയുണ്ടാക്കുന്നത്, സ്വയം ഹാനിയുണ്ടാക്കുന്ന കാര്യത്തിൽ ഏർപ്പെടുന്നത്? ഇനി പറയാൻ പോകുന്നത് വളരെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്യുന്നവരാണ്. അതായത് 14 ദിവസം ഒരിക്കൽ ഭക്ഷണം കഴിക്കുന്നു, പട്ടിയുള്ള സ്ഥലത്തു നിന്ന് ഭക്ഷണം കഴിക്കില്ല, അങ്ങനെയുള്ള ചില നിബന്ധനകൾ വെച്ചിട്ടുള്ളവരെ പറ്റിയാണ് പറയുന്നത്. അത് ഞാൻ മുഴുവൻ ആവർത്തിക്കുന്നില്ല. അതായത് സ്വയം കഠിനമായിട്ടുള്ള തപശ്ചര്യ, കായക്ലേശമുള്ള തപശ്ചര്യ ചെയ്യുന്നവർ. അവർ നഗ്നരായിട്ടാണ് നടക്കുന്നത്, മറ്റുള്ളവരുടെ വാദങ്ങളെ അവർ കേൾക്കുന്നില്ല. അവർ സ്വയം ഇത്തരത്തിലുള്ള തൻ്റെ ശരീരത്തെ പീഡിപ്പിക്കുന്ന തപശ്ചര്യയാണ് അവർ ചെയ്യുന്നത്. ഈ വ്യക്തിയാണ് തന്നെ സ്വയം ഹാനി ഉണ്ടാക്കുന്നത്, സ്വയം കഷ്ടപ്പെടുത്തുന്നതിൽ ഏർപ്പെടുന്നത്. ഏത് വ്യക്തിയാണ് മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നത്, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നതിൽ ഏർപ്പെടുത്തുന്നത്? ഒരു വ്യക്തി ഒരു ചെമ്മരിയാടുകളെ കശാപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പന്നികളെ, കോഴികളെ, മാനുകളെ കശാപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്, വേട്ടയാടുന്ന വ്യക്തിയാണ്, മീൻ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു കൊള്ളക്കാരനാണ്, ഒരു ആരാച്ചരാണ്, പശുവിനെ കൊല്ലുന്ന ഒരു വ്യക്തിയാണ്, ആൾക്കാരെ ബന്ധിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൂടാതെ ക്രൂരമായിട്ടുള്ള മറ്റുള്ള ജീവിതോപാധികൾ ചെയ്ത് ജീവിക്കുന്ന വ്യക്തികളാണ്. അതായത് മറ്റുള്ള പ്രാണികളെ കൊന്ന് പൈസ ഉണ്ടാക്കുന്ന വ്യക്തികളാണ്. അവരെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. ഈ തരത്തിലുള്ള വ്യക്തികൾ മറ്റുള്ളവരെയാണ് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തുന്നതിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഏത് വ്യക്തിയാണ് സ്വയവും മറ്റുള്ളവരെയും ഒരേപോലെ കഷ്ടപ്പെടുന്നത്, സ്വയവും മറ്റുള്ളവരെയും ഒരേപോലെ കഷ്ടപ്പെടുന്നതിൽ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർ? ഒരു ക്ഷത്രിയ രാജാവാണ് എന്ന് വിചാരിക്കുക, ധനാഢ്യനായിട്ടുള്ള ഒരു ബ്രാഹ്മണനാണ് എന്ന് വിചാരിക്കുക. ഇവരെപ്പറ്റി ഞാൻ നേരത്തെയുള്ള ഒരു സൂത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ രാജാവ് ബ്രാഹ്മണൻ ഒരു യജ്ഞം നടത്താൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഇത്ര പശുക്കളെ, ഇത്ര കാളകളെ, ഇത്ര മൂരികളെ, ഇത്ര കുതിരകളെ, ഇത്ര ആടുകളെ ബലി കൊടുക്കണമെന്ന് അവർ പറയുന്നു. അതുമൂലം അവരുടെ ദാസന്മാരും ദാസിമാരും അതേപോലെ തന്നെ പരിചാരകന്മാരും വേലക്കാരുമെല്ലാം അവരുടെ ശിക്ഷയെ ഭയന്ന് കരഞ്ഞുകൊണ്ട് അവർക്ക് ഇഷ്ടമില്ലാതെ തന്നെ അവർ ഈ രീതിയിൽ അവർ പറയുന്ന ബലി കൊടുക്കുക എന്ന് പറയുന്ന ചീത്ത കർമ്മം ചെയ്യുന്നു. ഇത്തരമുള്ള വ്യക്തിയാണ് സ്വയം കഷ്ടപ്പെടുത്തുന്നവർ, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് കഷ്ടപ്പെടുത്തുന്നവർ, സ്വയവും മറ്റുള്ളവരെയും ഒരേപോലെ കഷ്ടപ്പെടുത്തുന്ന വ്യക്തികൾ എന്ന് പറയുന്നത്. ഏത് വ്യക്തിയാണ് സ്വയവും കഷ്ടപ്പെടുത്തുന്നില്ല, മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്തുന്നില്ല, സ്വയവും മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നവർ ആരാണ്? അവരുടെ ഈ ജീവിതത്തിൽ അവർക്ക് ആഗ്രഹങ്ങൾ ഒന്നും തന്നെയില്ല. അവർ നിർവ്വാണം നേടിയവരാണ്, ശീതളം ആയവരാണ്, സുഖം അനുഭവിക്കുന്നവരാണ്, സ്വയം ബ്രഹ്മപൂതരായിട്ടുള്ള വ്യക്തികളാണ്. അതെപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു തഥാഗതൻ ഈ ഭൂമിയിൽ ഉത്ഭവിക്കുന്നു, സമ്യക് സമ്പുദ്ധൻ ഈ ഭൂമിയിൽ ഉണ്ടാകുന്നു. ഒരു ഗൃഹസ്ഥൻ അല്ലെങ്കിൽ ഗൃഹസ്ഥപുത്രൻ അദ്ദേഹത്തിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു, സന്യാസിയായിട്ട് തീരുന്നു. അവർ 5 നീവരണങ്ങളെ ഉപേക്ഷിക്കുന്നു. അതിനുശേഷം അവർ 1-ാമത്തെ ധ്യാനം ചെയ്യുന്നു, 2, 3, 4 ധ്യാനം ചെയ്യുന്നു. അതിനുശേഷം അവർ അവരുടെ പൂർണ്ണജന്മം മുഴുവൻ ഓർത്തെടുക്കുന്നു. പിന്നീട് അവർ പ്രാണികളുടെ ജനനം മരണം മുഴുവൻ കാണുന്നു, കർമ്മങ്ങൾക്ക് അനുസരിച്ച് എങ്ങനെയാണ് പ്രാണികൾ ജനിക്കുന്നത് എന്ന് കാണുന്നു.
പിന്നീട് അവർ ആസവക്ഷയം വന്ന് ഇത് ദുഃഖമാണ്, ദുഃഖത്തിൻ്റെ സമുദയമാണ്, ദുഃഖത്തിൻ്റെ നിരോധനത്തിനുള്ള മാർഗമാണ് എന്നവർ മനസ്സിലാക്കുന്നു. അതായത് അവർ മുക്തരാകുന്നു. അവർ ശരിക്കും മനസ്സിലാക്കുന്നു ഇത് ആസവമാണ്, ആസവത്തിൻ്റെ സമുദയമാണ്, ആസവത്തിൻ്റെ നിരോധമാണ്, ആസവത്തിൻ്റെ നിരോധനത്തിലുള്ള മാർഗമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇങ്ങനെ അറിഞ്ഞുകൊണ്ട്, ഇങ്ങനെ കണ്ടുകൊണ്ട് അവരുടെ മനസ്സ് കാമാസവത്തിൽ നിന്ന്, ഭവാസവത്തിൽ നിന്ന്, അവിദ്യാസവത്തിൽ നിന്ന് വിമുക്തമാകുന്നു. വിമുക്തരാകുന്ന സമയത്ത് അവർ വിമുക്തരായി എന്ന ജ്ഞാനം അവർക്ക് ലഭിക്കുന്നു. അവർ ഇങ്ങനെ മനസ്സിലാക്കുന്നു, എൻ്റെ പുനർജന്മം അവസാനിച്ചു, ബ്രഹ്മചര്യം പൂർത്തിയായി, ഏതൊന്ന് ചെയ്യണമോ അത് ഞാൻ ചെയ്തു, ഇനി മറ്റൊരു സ്ഥലത്തിലും എനിക്ക് പുനർജന്മമില്ല. ഈ വ്യക്തിയാണ് സ്വയവും മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്താതിരിക്കുന്നത്, സ്വയവും മറ്റുള്ളവരെയും കഷ്ടപ്പെടുത്താതെ ജീവിക്കുന്നവർ. അവർ ഈ ജീവിതത്തിൽ ആഗ്രഹങ്ങളില്ലാതെ ജീവിക്കുന്നു, നിർവ്വാണം നേടിയവരാണ്, ശീതളം ആയിട്ടുള്ളവരാണ്, സുഖം നേടിയിട്ടുള്ളവരാണ്, സ്വയം ബ്രഹ്മബോധരായിട്ടുള്ളവരാണ്. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ബ്രാഹ്മണന്മാരും ഗൃഹസ്ഥന്മാരും ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, അഭിക്കന്തം ബന്ദേ അഭിക്കന്തം. കമഴ്ത്തി വെച്ചിരിക്കുന്നതിനെ നിവർത്തി വെച്ചിരിക്കുന്നത് പോലെ, ഒളിഞ്ഞു കിടക്കുന്നതിനെ പ്രകടമാക്കിയതുപോലെ, വഴിതെറ്റിയവന് വഴി കാണിച്ചു കൊടുക്കുന്നത് പോലെ, അന്ധകാരത്തിൽ ദീപം തെളിയിക്കുന്നത് പോലെ, അതുപോലെ ഉള്ള കാഴ്ചകൾ നമ്മൾ വ്യക്തമായി കാണാൻ സാധിക്കും. അതുപോലെ ഭഗവാൻ ധർമ്മത്തെ വിവിധമായിട്ടുള്ള രീതിയിൽ പ്രകാശിപ്പിച്ചു. ഞങ്ങൾ ഭഗവാനിൽ, ധർമ്മത്തിൽ, സംഘത്തിൽ ശരണം തേടുന്നു. ഇന്നു മുതൽ ഞങ്ങളുടെ പ്രാണാവസാനം വരെ ഗൗതമശാസ്താവ് അങ്ങയിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ഉപാസകന്മാരായിട്ട് ഞങ്ങളെ കരുതണം. അപണ്ണക സുത്തം നിഠിതം. ഇതിൽ പലതരം വാദങ്ങളെക്കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. നാസ്തികവാദം, ആസ്തികവാദം. അപ്പോൾ ഇത്തരം വാദങ്ങളിലെ ഫിലോസഫിക്കാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ സൂത്രം അയച്ചു കൊടുക്കുക. സൂത്രം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ സൂത്രങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അല്പസമയം നമ്മൾക്ക് പുണ്യവിതരണത്തിൻ്റെ അഭ്യാസം ചെയ്യാം. ഈ സൂത്രം വളരെയധികം വിശദമാക്കിയതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തീർക്കാൻ സാധിച്ചത്. ദുഃഖം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ദുഃഖത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ഭയം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ഭയത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. ശോകം അനുഭവിക്കുന്ന സർവ്വപ്രാണികളും ശോകത്തിൽ നിന്ന് വിമുക്തരാകട്ടെ. എല്ലാ പ്രാണികൾക്കും മുക്തി ലഭിക്കട്ടെ. നമ്മൾ നേടിയ ഈ പുണ്യത്തിൽ സർവ്വജീവികളും പങ്കാളികളാകട്ടെ. അതുമൂലം സർവ്വപ്രാണികൾക്കും സുഖവും ശാന്തിയും ഉണ്ടാകട്ടെ. ഭൂമിയിലും ആകാശത്തിലും ഉള്ള സർവ്വപ്രാണികളും അധോലോകത്തെയും മനുഷ്യലോകത്തെയും ദേവലോകത്തെയും രൂപ അരൂപ ബ്രഹ്മലോകത്തിലെയും സർവ്വപ്രാണികളും നമ്മളുടെ ഈ പുണ്യത്തിൽ പങ്കാളികളാകട്ടെ. അതിശക്തരായിട്ടുള്ള ദേവന്മാരും ബ്രഹ്മന്മാരും ബുദ്ധശാസനത്തെ സംരക്ഷിക്കട്ടെ. സാധു സാധു സാധു.